എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഈ ഒരു പലഹാരം ഏത്തപ്പഴമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ അവരൊരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നല്ലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഏത്തപ്പഴം വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. പഴം വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ പഴം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏത്തപ്പഴത്തിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് പഴം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് പഴം വേവിച്ചെടുക്കേണ്ടതും. പഴം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു ഫില്ലിംഗ് കൂടെ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതൊന്ന് തിരുമ്മിയെടുത്തിട്ട് വരട്ടെ. അങ്ങനെ ഞാനിവിടെ അരമുറി നാളികേരം ഇവിടെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നാളികേരവും ശർക്കരപ്പൊടിയും ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പഴം ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചുകൂടി എടുക്കണം. അങ്ങനെ നമ്മുടെ പഴം ഇതുപോലെ ഒന്ന് തോലെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചുകൂടി എടുക്കാം. ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ഒരു തരി പോലും കട്ടകളില്ലാതെ വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഉടച്ചെടുത്ത പഴം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു തരി പോലും കട്ടകളൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ടും. പഴം അടിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പഴം ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. പൊടി കുഴച്ചെടുക്കുന്നതിനേക്ക് മുമ്പായിട്ട് നമുക്കൊരു സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കാം. ഇനിയിപ്പോൾ വറുത്ത അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടി ഇതിലേക്ക് തന്നെ ചേർക്കാം. കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊടി ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മയത്തിൽ കൈകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോളുകളായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു രീതിയിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചുകൂടി എടുക്കാം. ഇനി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവനാഴിയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പൊടിയൊന്ന് നിറച്ച് കൊടുക്കാം. പൊടിയൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. പാനിലേക്ക് ഇപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കറക്കിയും കൂടി കൊടുക്കാം. കറക്കി കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു പലഹാരം മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേര കൂട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു രീതിയിലൊന്ന് മടക്കിയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പഴം അടക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പാനിലേക്ക് ഇപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കറക്കിയും കൂടെ കൊടുക്കാം. കറക്കി കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേര കൂട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കണം. വീണ്ടും പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം. രണ്ടാമതും ഇതുപോലെ തന്നെ
വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്കെല്ലാം വേവിച്ചെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.